കാസർഗോഡ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ സിപിഎം പ്രാദേശിക നേതാവ് അറസ്റ്റിലായി. പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായ പീതാംബരന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും പോലീസ് കണ്ടെത്തി. കസ്റ്റഡിയിൽ ഉള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി എ ശ്രീനിവാസ് അറിയിച്ചു. ഇയാൾക്ക് പ്രതി എന്നിട്ട് വെളിവായിട്ടുണ്ട്. ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൾ കൊല്ലാനുള്ള മോട്ടീവ് ഉള്ളതായിട്ട് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. നാളെ കോടതി ഹാജരാക്കിയിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് എക്സാക്റ്റായിട്ട് ഉള്ള ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിരിക്കും. നമുക്കൊരു 5-6 പേർ കസ്റ്റഡിയിലുണ്ട്. അവരുടെ ഓരോരാളുടെ പങ്ക് നമ്മൾ അന്വേഷിക്കണം. സമഗ്രമായ അന്വേഷണം എടുക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷബീർ ഉമർ ചേരുന്നു കാസർഗോഡ് നിന്ന്. ഷബീർ, പീതാംബരൻ കുറ്റസമ്മതം നടത്തി, അതായത് ചോദ്യം ചെയ്യലിൽ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് സമ്മതിച്ചു എന്നാണോ ലഭിക്കുന്ന വിവരം? മറ്റൊന്ന്, പിടിയിലായ 6 പേർക്ക് ഇതിലുള്ള പങ്ക് എന്താണെന്നാണ് പോലീസ് നൽകുന്ന സൂചന? അജിംസ്, നേരത്തെ പോലീസ് വൃത്തങ്ങൾ പറഞ്ഞതുപോലെ ജില്ലാ പോലീസ് മേധാവി തന്നെ പറഞ്ഞിരുന്നു ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യ സൂത്രധാരൻ ആസൂത്രകൻ ഈ ഗൂഢാലോചന നടത്തിയെന്ന് പറയപ്പെടുന്ന CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായി പീതാംബരൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാളെ തന്നെ പീതാംബരനെ കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പീതാംബരനടക്കം 7 പേരായിരുന്നു പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നത്. ഇപ്പോൾ പീതാംബരൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 6 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ പോലീസ് നൽകിയിട്ടില്ല. ഇവരെല്ലാം തന്നെ പെരിയ പ്രദേശത്തുള്ളവരാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്ര നേരം അറസ്റ്റ് വൈകിപ്പിച്ചത് ഈ 7 പേരും മൊഴി നൽകിയിരുന്നത് ഇവർ മാത്രമാണ് കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ്. എന്നാൽ പോലീസ് സംശയിച്ചിരുന്നത് പുറമെ നിന്നുള്ള ഒരു കൊട്ടേഷൻ സംഘം, അത്തരത്തിലൊരു വിദഗ്ധ കൊലയാളി സംഘം ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നായിരുന്നു പോലീസ് നിഗമനം. അതുകൊണ്ട് തന്നെ ഈ 7 പേരുടെയും മൊഴി ഇതുവരെ നൽകിയിരുന്നത് ഇവർക്കപ്പുറം, ഈ 7 പേർക്കപ്പുറം ആരും കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു എന്നാണ് പോലീസിന് ഇവർ മൊഴി നൽകിയിരുന്നത്. ഇത് വിശ്വസനീയമല്ലാത്തത് കൊണ്ടാണ് പോലീസ് അറസ്റ്റ് വൈകിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പീതാംബരൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊരു സൂചന നൽകുന്നത് ഇവർക്കപ്പുറം മറ്റു പ്രതികൾ, അതായത് അത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങൾ, വിദഗ്ധ കൊലയാളി സംഘങ്ങൾ ഇല്ല. ആ പ്രദേശത്തുള്ള CPM പ്രദേശകർ, പ്രാദേശികമായി പ്രവർത്തിക്കുന്ന CPM പ്രവർത്തകർ മാത്രമാണ് കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് പോലീസ് നൽകുന്നത്. ഈ കസ്റ്റഡിയിലുള്ള ബാക്കി 6 പേരെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ പോലീസ് നൽകിയിട്ടില്ല. അവർക്ക് ഈ കൊലപാതകത്തിൽ എന്താണ് പങ്ക്, അത്തരത്തിലുള്ള ഒരു സൂചനയും പോലീസ് നൽകിയിട്ടില്ല. ഇന്ന് പോലീസ് അറിയിച്ചിട്ടുള്ള പീതാംബരൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗൂഢാലോചന കുറ്റമാണ് പീതാംബരനെതിരെ. ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത് പീതാംബരനാണ്. കാരണം പീതാംബരനെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു, 1ാം പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട ശരത്ലാൽ. കൃപേഷും ഈ ശരത്ലാലിനൊപ്പം പീതാംബരനെ ആക്രമിക്കാൻ ആ സംഘത്തിലുണ്ടായിരുന്നു. എന്നാൽ കൃപേഷിനെതിരെ മതിയായ തെളിവുകളില്ലാത്തതിനാൽ കൃപേഷിനെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിയാവാതിരുന്നത്. ഈ സംഭവത്തിലുള്ള പ്രതികാരമാണ്, ഇതിൽ പീതാംബരനെ ആക്രമിച്ചതിലുള്ള പ്രതികാരമാണ് ശരത്ലാലിനെ കൊലപ്പെടുത്താൻ പീതാംബരൻ തീരുമാനിച്ചത്. ആ ഒരു കാരണം കൊണ്ടാണ് പീതാംബരൻ ഈ ശരത്ലാലിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. അജിംസ്, ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.